cases. So there are three parts: function definition, function call and function declaration. ഈ പോർഷൻ ഇവിടെ അപ്പം ഈ മൂന്ന് കാര്യങ്ങളാണുള്ളത്. ഒരു ഫംഗ്ഷന് മൂന്ന് കേസസ് ആണ്, മൂന്ന് പാർട്സ് ആണുള്ളത്. ഒന്ന് ഫംഗ്ഷൻ ഡെഫിനിഷൻ, രണ്ട് ഫംഗ്ഷൻ കോൾ, മൂന്ന് ഫംഗ്ഷൻ ഡിക്ലറേഷൻ അല്ലെങ്കിൽ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ്. ഓക്കെ, ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്താണെന്ന് ഇതൊരു എക്സാമ്പിൾ നമുക്ക് അതൊന്ന് ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് പറയാം. ഇതാണ് അതിൻ്റെ ഒരു പിന്നെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ജസ്റ്റ് എങ്ങനെയാണ് എന്നുള്ളത് ഒന്ന് ഓവറോൾ ഒരു കാണിച്ചു തരികയാണ്. ഇനി നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകും. ജസ്റ്റ് ഒരു ആദ്യത്തെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് കാണിച്ചിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് മൂന്ന് കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു: ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പും അല്ലെങ്കിൽ ഫംഗ്ഷൻ ഡിക്ലറേഷനും, ഫംഗ്ഷൻ കോള്, ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഇതാണ് ഫംഗ്ഷൻ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുകയാണ്, ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ട് എന്ന് ഡിക്ലെയർ ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്. ഓക്കെ, ഇതിനെയാണ് ഫംഗ്ഷൻ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്ന് പറയും. ഓക്കെ, ഇനി ഇത് നോക്കിയാൽ ടെസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. അതിൻ്റെ അകത്ത് രണ്ട് പാരാമീറ്റേഴ്സ് ഉണ്ട്, എയും ബിയും ഇൻറ്റിജർ പാരാമീറ്റേഴ്സ് ഉണ്ട്. പിന്നെ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല, വോയിഡ് ആണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ സാധാരണ എഴുതുന്ന മെയിൻ ഫംഗ്ഷൻ. ആ മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് ഇതിനെ വിളിക്കുന്ന കണ്ടോ, ടെസ്റ്റ് ഫംഗ്ഷൻ, അതേ പേരിൽ തന്നെ ഇവിടെ വിളിച്ചിട്ടുണ്ട്, ടെസ്റ്റ് ഫംഗ്ഷൻ. ഓക്കെ, ഇതിനാണ് ഫംഗ്ഷൻ കോൾ എന്ന് പറയുന്നത്. ഇവിടുന്ന് എനിക്ക് ടെസ്റ്റ് ഫംഗ്ഷൻ്റെ ആവശ്യം വന്നു, അപ്പം ഞാൻ വിളിക്കുകയാണ്. അപ്പോൾ അതിന് ഇവിടെ ഫംഗ്ഷൻ കോൾ എന്നാണ് പറയുക. ഓക്കെ, ഫംഗ്ഷൻ കോൾ. ഇനി ഈ പാർട്ട് ഇത് മെയിൻ്റെ അകത്താണ്. മെയിൻ്റെ അകത്ത് എവിടെയോ വെച്ചിട്ട് ഈ ടെസ്റ്റ് ഫംഗ്ഷനെ വിളിച്ചിട്ടുണ്ട്. ഇത് എങ്ങോട്ടാ പോവുക? ഇതാ ഇങ്ങോട്ടേക്കാണ് വരിക. വിളിച്ചു കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ടേക്ക് വരിക. ഇവിടെയാണ് നമ്മൾ ആ ടെസ്റ്റ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. ഇവിടെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ടെസ്റ്റ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പം ഇവിടെ ആ ഫംഗ്ഷൻ നോക്കി, ഇത് തന്നെയാണ് ടെസ്റ്റ് ഫംഗ്ഷൻ. അതിൻ്റെ അകത്ത് രണ്ട് ഇൻറ്റിജേഴ്സ് പിയും ക്യൂവും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഇൻഫർമേഷൻ ഇവിടെ വരും. ഈ വന്നിട്ട് നമ്മൾ ഇവിടെ ഇതിനുള്ള എന്താണോ ചെയ്യേണ്ടത്, ഈ ടെസ്റ്റ് ഫംഗ്ഷൻ ചെയ്യുന്ന എന്താണോ അത് ആക്ച്വലി ഇവിടെയാണ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ റിസൾട്ട് എന്നിട്ട് തിരിച്ചു കൊണ്ടുവരും. അപ്പോൾ അതാണ് പറഞ്ഞത്. ഇതാണ് അതിൻ്റെ ഒരു ഓവറോൾ അപ്പിയറൻസ്. ജസ്റ്റ് ഒരു ഫസ്റ്റ് ഇൻഫർമേഷന് വേണ്ടിയിട്ട് പറയുക. ഇതാണ് ഫസ്റ്റ് ഇൻഫർമേഷൻ. ഇത് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് അല്ലെങ്കിൽ ഫംഗ്ഷൻ ഡിക്ലറേഷൻ. ഇത് ഫംഗ്ഷൻ ഇതിൻ്റെ ഫംഗ്ഷൻ കോൾ. നമ്മൾ എവിടുന്നെങ്കിലും ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു എങ്കിൽ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ദെൻ ഇത് അതിൻ്റെ ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഓക്കെ, ആദ്യം നമുക്ക് ഫംഗ്ഷൻ ഡെഫിനിഷൻ നോക്കാം എങ്ങനെയാണ് എന്നുള്ളത്. ഓക്കെ, ഡിഫൈനിങ് എ ഫംഗ്ഷൻ ഡെഫിനിഷൻ എങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് രണ്ട് കാര്യങ്ങളാണുള്ളത്. നമ്മൾ നേരത്തെ സ്ലൈഡ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ഓക്കെ, നേരത്തെ സ്ലൈഡ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫംഗ്ഷൻ ഡെഫിനിഷൻ ഇതാണെന്നാണ് പറഞ്ഞത്. ഫംഗ്ഷൻ ഡെഫിനിഷൻ ഇതിന് രണ്ട് പാർട്ടാണുള്ളത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഫംഗ്ഷൻ ഹെഡർ, അതിൻ്റെ ഫസ്റ്റ് ലൈൻ, അതിനെയാണ് ഫംഗ്ഷൻ ഹെഡർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇതാണ് അതിൻ്റെ ഫംഗ്ഷൻ ബോഡി എന്ന് പറയുന്നത്. ഫംഗ്ഷൻ ഹെഡർ ആൻഡ് ഫംഗ്ഷൻ ബോഡി. ഓക്കെ, അപ്പോൾ അതാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ട് കമ്പോണൻസ് ഉണ്ട്. ഒന്ന് ഫംഗ്ഷൻ ഹെഡർ, അതായത് ഫസ്റ്റ് ലൈൻ, രണ്ട് ബോഡി ഓഫ് ദ ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഫംഗ്ഷൻ ഹെഡറിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഉണ്ടാവുന്നത്? ടൈപ്പ് ഓഫ് ദ ഡാറ്റ റിട്ടേൺഡ്, ഫംഗ്ഷൻ നെയിം, ആർഗ്യുമെന്റ് ലിസ്റ്റ്. ഓക്കെ, ഇനി നമുക്കതൊന്ന് നോക്കാം. ഫംഗ്ഷൻ ഹെഡറിൻ്റെ അകത്ത് എന്തൊക്കെയാണുള്ളത്? റിട്ടേൺ ടൈപ്പ്, ഫംഗ്ഷൻ എന്താണ് റിട്ടേൺ ചെയ്യുന്നത്. ഈ കേസിൽ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. ഫംഗ്ഷൻ എന്താണ് റിട്ടേൺ ചെയ്യുന്നത്, ഫംഗ്ഷൻ്റെ പേരെന്താണ്, പിന്നെ ഫംഗ്ഷൻ്റെ ആർഗ്യുമെന്റ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് അതിൻ്റെ അകത്തേക്ക് പാസ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത്. ഇതിൻ്റെ കേസിൽ രണ്ട് ഇൻറ്റിജറാണ് ഇതിൻ്റെ അകത്ത് പാസ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പം എന്ത് റിട്ടേൺ ടൈപ്പ്, എന്താണ് ഫംഗ്ഷൻ്റെ പേര്, അതിൻ്റെ ആർഗ്യുമെന്റ്സ്. ഓക്കെ, അതാണ് ആർഗ്യുമെന്റ്സ്. ഡാറ്റ റിട്ടേൺ, ഫംഗ്ഷൻ നെയിം, ആർഗ്യുമെന്റ്സ്. ഇനി താഴെ ബോഡി ഓഫ് ദ ഫംഗ്ഷൻ്റെ അകത്ത് അതൊരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സിംഗിൾ സ്റ്റേറ്റ്മെന്റ് ഒരുപാട് കൂടുന്നതിനെയാണ് നമ്മൾ കേളി ബ്രാക്കറ്റ്സിൻ്റെ അകത്ത് ഒരുപാട് സ്റ്റേറ്റ്മെന്റ്സ് ഇടുന്നതിന് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്. ആദ്യം നമ്മൾ എക്സ്പ്രഷൻസും സ്റ്റേറ്റ്മെന്റ്സും പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ് മേ കണ്ടെയ്ൻ വൺ ഓർ മോർ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്.
ഓക്കെ, ഒന്നോ ഒന്നിൽ കൂടുതലോ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവാം. അതൊക്കെ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കാം. പിന്നെ നോർമലി കണ്ടെയ്ൻ വേരിയബിൾ ഡിക്ലറേഷൻസ്, ഫംഗ്ഷൻ സ്റ്റേറ്റ്മെന്റ്സ്, റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്സ് എക്സെട്ര. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് ശരിക്കും ബോഡി ഓഫ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഹെഡർ, ഇത് ബോഡി. ബോഡിക്കകത്ത് ഇതൊരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. കേളി ബ്രാക്കറ്റിനകത്ത് ഇതിൻ്റെ അകത്ത് എത്ര സ്റ്റേറ്റ്മെന്റ് വേണമെങ്കിലും ആവാം. ഓക്കെ, എത്ര സ്റ്റേറ്റ്മെന്റ് വേണമെങ്കിലും ആവാം. അതിൻ്റെ അകത്ത് ഇഫ് ആവാം, വൈൽ ആവാം, അല്ലെങ്കിൽ ഡു വൈൽ ആവാം, ഫോർ ലൂപ്പ് ആവാം, സ്വിച്ച് കേസ് ആവാം. അപ്പം സാധാരണ ഒരു പ്രോഗ്രാമിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഫംഗ്ഷൻ്റെ അകത്ത്, ബോഡിക്കകത്ത് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. അപ്പം അതാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, സോ അതിൻ്റെ അകത്ത് നമുക്ക് പിന്നെ ഒന്നു കൂടുതൽ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവാം, അതിൻ്റെ അകത്ത് വേരിയബിൾ ഡിക്ലറേഷൻസ് ഉണ്ടാവാം, ഫംഗ്ഷൻ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാവാം, റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാവാം, കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാവാം. എന്തും അതിൻ്റെ അകത്ത് സാധാരണ ഒരു പ്രോഗ്രാമിലുണ്ടാകും, എന്തും ആ ബോഡിക്കകത്ത് ഉണ്ടാവാം. ഓക്കെ, ഇനി ഇതിനെ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് കണ്ടുപോകാം. ഫംഗ്ഷൻ ഹെഡർ എന്താണെന്നും അതിൻ്റെ സ്റ്റേറ്റ്മെന്റ്സ് എന്താണെന്നും. ഓക്കെ, സോ ഫംഗ്ഷൻ ഹെഡറിൽ നമുക്ക് ഡാറ്റ ടൈപ്പ്, ഫംഗ്ഷൻ നെയിം, ആർഗ്യുമെന്റ് ലിസ്റ്റ്, നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ആ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ഡാറ്റ ടൈപ്സ്, ഇൻഡിജർ, ഫ്ലോട്ടിംഗ് പോയിന്റ്, ഡബിൾ, ക്യാരക്ടർ അല്ലെങ്കിൽ വോയിഡ്. ഇതിലേതെങ്കിലും നമുക്ക് ഇവിടെ ഡാറ്റ ടൈപ്പ് ആയിട്ട് വരാം. നമ്മൾ ഒന്നും കൊടുത്തില്ല എങ്കിൽ ഡീഫോൾട്ട് ആയിട്ട് അത് ഇൻഡ് എടുക്കും. പക്ഷെ അത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, നമ്മൾ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല, ആ ഫംഗ്ഷൻ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് വോയിഡ് എന്ന് കൊടുക്കാം. ഓക്കെ, സോ ഫംഗ്ഷൻ നെയിം എന്തായിരിക്കണം? ഫംഗ്ഷൻ നെയിം എന്ന് പറയുന്നത് ഒരു സാധാ ഐഡന്റിഫയർ ആണ്. ഐഡന്റിഫയർ എങ്ങനെയാണ് നെയിം ചെയ്യേണ്ടത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പല റൂൾസ് ഉണ്ട് ഐഡന്റിഫയറിനെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഈ അണ്ടർസ്കോറും ക്യാരക്ടേഴ്സും ലെറ്റേഴ്സും ആവാം. പിന്നെ തുടക്കം ക്യാരക്ടറോ അണ്ടർസ്കോറോ ആവണം, ഡിജിറ്റ് ആവാൻ പാടില്ല. അങ്ങനെ പിന്നെ വൈറ്റ് സ്പേസ് ക്യാരക്ടേഴ്സ് പാടില്ല. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കീവേഡ്സ് പാടില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് നമ്മൾ റൂൾസ് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ ആ ഒരു റൂൾസ് ഇവിടെയും ആപ്ലിക്കബിൾ ആണ്. ദിസ് ഈസ് ഓൾസോ ആൻ ഐഡന്റിഫയർ. ഈ ഒരു ഫംഗ്ഷൻ നെയിം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഐഡന്റിഫയർ. ഓക്കെ, സോ വാലിഡ് സി ഐഡന്റിഫയർ ആയിരിക്കണം. ഓക്കെ, ഈ ആർഗ്യുമെന്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് അവിടെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫംഗ്ഷനിലേക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ പാസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെയാണ് റിസീവ്ഡ് ആവുന്നത്. നമ്മളൊരു ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ഇൻഫർമേഷനും കൂടെ പാസ് ചെയ്യുന്നു, അത് അവിടെയാണ് ചെല്ലുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മളെ പിന്നെ ഫംഗ്ഷൻ ഡെഫിനിഷൻ്റെ അകത്ത് എഴുതുന്ന ആർഗ്യുമെന്റ് ലിസ്റ്റ്, അതായത് ഇവിടെ ഈ സംഭവത്തിൽ വരുന്ന ഈ ആർഗ്യുമെന്റ് ലിസ്റ്റ്, ഫംഗ്ഷൻ ഡെഫിനിഷനിൽ വരുന്ന ഈ ആർഗ്യുമെന്റ് ലിസ്റ്റിനെ നമുക്ക് ഫോർമൽ ആർഗ്യുമെന്റ്സ് എന്നാണ് പറയുക. ഫോർമൽ ആർഗ്യുമെന്റ്സ് ഇതിന് ആക്ച്വൽ ആർഗ്യുമെന്റ് എന്ന് പറയും. ഇവിടുന്നാണ് ഇതിനെ കോൾ ചെയ്യുന്നത്. അപ്പം ഇതാണ് ശരിയായ ആർഗ്യുമെന്റ്. ആ ആർഗ്യുമെന്റിനെ ഇങ്ങോട്ടേക്ക് പാസ് ചെയ്യുക ചെയ്യുന്നത്. ഇതിനെ കോൾ ചെയ്യുമ്പം ഈ ഇൻഫർമേഷനെ ഇങ്ങോട്ടേക്ക് പാസ് ചെയ്യാണ്. അപ്പം ഇതാണ് ശരിയായ ആർഗ്യുമെന്റ്, അതാണ് ആക്ച്വൽ ആർഗ്യുമെന്റ്. ഇത് ഫോർമൽ ആർഗ്യുമെന്റ്. ഇപ്പോൾ ഫംഗ്ഷൻ ഡെഫിനിഷൻ്റെ അകത്തുള്ള ആർഗ്യുമെന്റ് ലിസ്റ്റ്, ഇതിന്റെ ഹെഡറിലുള്ള ആർഗ്യുമെന്റ് ലിസ്റ്റിനെ നമുക്ക് എന്തെന്ന് പറയാം? ഫോർമൽ ആർഗ്യുമെന്റ്സ് എന്ന് പറയാം. ഓക്കെ, ഫോർമൽ ആർഗ്യുമെന്റ്സ്. പിന്നെ ഈ ആർഗ്യുമെന്റ് ലിസ്റ്റ് പിന്നെ എന്ന് പറയുന്നത് നമ്മൾ ഈ പിന്നെ ഫംഗ്ഷനിൽ യൂസ് ചെയ്യുന്ന ഈ ഫോർമൽ ആർഗ്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ ആ ഫംഗ്ഷൻ്റെ അകത്ത് ലോക്കലായിട്ടുള്ള വേരിയബിളാണ്. ആ ഫംഗ്ഷൻ്റെ അകത്ത് മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പിന്നെ ഈ ഓരോ ഫോർമൽ ആർഗ്യുമെന്റും നമ്മൾ നേരത്തെ കണ്ടതുപോലെ മറ്റേ ആക്ച്വൽ ആർഗ്യുമെന്റ് നമ്മൾ എവിടുന്നാണോ വിളിക്കുന്നത് അവിടുന്ന് ഇങ്ങോട്ടേക്ക് പാസ് ചെയ്യപ്പെടുന്നതാണ്. ഓക്കെ, അത് കറസ്പോണ്ടിങ് ആയിരിക്കും. അപ്പോൾ രണ്ടെണ്ണം നമ്മുടെ കോൾ ചെയ്യുന്നിടത്ത് നിന്ന് അയച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയും രണ്ട് ഫോർമൽ ആർഗ്യുമെന്റ്സ് ഉണ്ടാവും. അപ്പോൾ മാച്ചിങ് ആയിട്ട് ഉണ്ടാവാൻ പാടുള്ളൂ. ഒരെണ്ണമാണ് ഫംഗ്ഷൻ കോളിങ്ങിലുള്ളതെങ്കിൽ ഈ ഡെഫിനിഷനിലും ഒരെണ്ണമേ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ അത് മാച്ചിങ് ആയിരിക്കണം. ഓക്കെ, അപ്പം ഓരോ
നമ്മളെ ഫോർമൽ ആർഗ്യുമെന്റിന്റെ ടൈപ്പിലും അതുപോലെ നമ്മൾ ഓരോന്നും ഏത് ടൈപ്പാണെന്നുള്ളത് നമ്മൾ സ്പെസിഫൈ ചെയ്യുകയും കൂടി വേണം. ഓരോ ടൈപ്പും നമ്മൾ സ്പെസിഫൈ ചെയ്യുകയും കൂടി വേണം. ജസ്റ്റ് ഇതൊന്നും കൂടെ ഒന്ന് കാണിക്കാം. ഇതാണ് ആക്ച്വൽ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ, ഇത് ഫോർമൽ ആർഗ്യുമെന്റ് ആണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിലൊരു മാച്ചിങ് ഉണ്ടാവണം. കണ്ടോ, ഇതിനകത്ത് 2 ആർഗ്യുമെന്റ് ഉണ്ട്, ഇതിൻ്റെ അകത്തും 2 ആർഗ്യുമെന്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് മാച്ചിങ് ആയിരിക്കണം. ഇവിടെ ഒരെണ്ണേ ഉള്ളുവെങ്കിൽ ഇവിടെ ഒരെണ്ണേ പാടുള്ളൂ. ഓക്കെ, അപ്പം അത് മാച്ചിങ് ആവണം. നമ്പർ ഓഫ് ആർഗ്യുമെന്റ്സ് മാച്ചിങ് ആവണം, ആക്ച്വൽ ആർഗ്യുമെന്റും ഫോർമൽ ആർഗ്യുമെന്റും തമ്മിൽ. പിന്നെ അതുപോലെ നമ്മൾ പിന്നിപ്പോൾ എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്, നമ്മൾ ഡാറ്റ ടൈപ്സ് പ്രിസീഡ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. അതാണ് പറഞ്ഞത്. ഇത് ഓരോ ആർഗ്യുമെന്റിലും, ഈ ഫോർമൽ ആർഗ്യുമെന്റ് ലിസ്റ്റിൽ നമ്മൾ ഈ ഓരോ ആർഗ്യുമെന്റിന് മുന്നേയും ഏതാണ് ആ ടൈപ്പ് എന്ന് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇവിടെ 2 ആർഗ്യുമെന്റ് ഉണ്ട്. ഒന്നാമത്തെ ആർഗ്യുമെന്റ് ഇൻഡിജറും രണ്ടാമത്തെ ആർഗ്യുമെന്റും ഇൻഡിജർ ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഒന്നാമത്തെ ആർഗ്യുമെന്റ് ഇൻഡിജറും രണ്ടാമത്തെ ആർഗ്യുമെന്റ് ഫ്ലോട്ടിംഗ് പോയിന്റ് ആണെങ്കിൽ ഇവിടെ ഫ്ലോട്ട് എന്ന് കാണിക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ വൈയും ഫ്ലോട്ട് ആയിരിക്കും, ഇവിടെ എക്സും അത് നമ്മൾ കാണും, ഫംഗ്ഷൻ കോളിൽ നമ്മൾ കാണും. ഇവിടെ വൈയും ഫ്ലോട്ട് ആയിരിക്കും, ഇത് എക്സ് ഇൻഡിജറും ആയിരിക്കും. പക്ഷെ ഇവിടെ ഈ 2 ഇൻഡിജർ ആയതുകൊണ്ട് ഈ എക്സും വൈയും ഇൻഡിജറാണ്. കണ്ടോ, ഇൻഡിജറാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ കേസ്. ദെൻ ഇതാണ് അതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത്. ഫംഗ്ഷൻ ഹെഡറിൻ്റെ സിൻടാക്സ്: ഡാറ്റ ടൈപ്പ്, ഫംഗ്ഷൻ നെയിം, ബ്രാക്കറ്റിൽ നമ്മൾ ടൈപ്പ് 1 ആർഗ്യുമെന്റ് 1, കോമ ടൈപ്പ് 2 ആർഗ്യുമെന്റ് 2, കോമ എക്സെട്ര ടൈപ്പ് n ആർഗ്യുമെന്റ് n. ഓക്കെ, നേരത്തെ ആ ഫംഗ്ഷൻ നെയിം കൊടുത്ത് നമ്മൾ വോയിഡ് എന്നാണ് അവിടെ കൊടുത്തത്. അപ്പം ഡാറ്റ ടൈപ്പ് വോയിഡ് ആയിരുന്നു നേരത്തെ ആ ഒരു ഫംഗ്ഷൻ്റെ അകത്ത്. വോയിഡ് ഫംഗ്ഷൻ നെയിം, ദെൻ ബ്രാക്കറ്റിൽ നമ്മുടെ ഇൻഡ് എക്സ് കോമ ഇൻഡ് വൈ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം ടൈപ്പ് 1 ഇൻഡ് ആണ്, ആർഗ്യുമെന്റ് 1 എക്സ് ആണ്, കോമ ഇൻഡ് വൈ, അപ്പം ഈ ടൈപ്പ് 2 ഇൻഡ് ആണ്, ആർഗ്യുമെന്റ് 2 വൈ ആണ്. അപ്പോൾ അവിടെ 2 ആർഗ്യുമെന്റ് ഉള്ളതുകൊണ്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇവിടെ ഇപ്പോൾ n ആർഗ്യുമെന്റ്സ്, നമുക്ക് എത്ര ആർഗ്യുമെന്റ്സ് വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. എക്സാമ്പിൾ സി, ഒരു എക്സാമ്പിൾ നോക്കിക്കേ. ഒരു ഹെഡറാണ്, ജസ്റ്റ് ആ ഹെഡർ മാത്രം കാണിച്ചിരിക്കുക മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം. ഇപ്പം നോക്കിയ ക്യാരക്ടർ ലോവർ അണ്ടർസ്കോർ ടു അണ്ടർസ്കോർ അപ്പർ ബ്രാക്കറ്റിൽ ക്യാരക്ടർ C1. ഓക്കെ, അപ്പോൾ ഈ ഫംഗ്ഷൻ എന്താണ് പറയുന്നത്? ഇതിൻ്റെ റിട്ടേൺ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ക്യാരക്ടറാണ്. ഓക്കെ, ഇതിൻ്റെ ഫംഗ്ഷൻ്റെ പേരെന്ന് പറയുന്നത് ലോവർ അണ്ടർസ്കോർ ടു അണ്ടർസ്കോർ അപ്പർ. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് ഒരു ഫോർമൽ ആർഗ്യുമെൻ്റ് ആണുള്ളത്, ആ ഫോർമൽ ആർഗ്യുമെൻ്റ് ക്യാരക്ടറുമാണ്. ഓക്കെ, ഇതിൻ്റെ കേസ് നോക്കിക്കേ. അടുത്തത് ഫംഗ്ഷൻ കോൾ, ഫംഗ്ഷൻ ഹെഡർ. ഇതൊരു ഫംഗ്ഷൻ ഡെഫിനിഷൻ്റെ അകത്തെ ഫംഗ്ഷൻ ഹെഡറാണ്, അത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പം ഇവിടെ റിട്ടേൺ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഫ്ലോട്ടിംഗ് പോയിന്റ് ആണ്. റിട്ടേൺ ടൈപ്പ് ഫ്ലോട്ടിംഗ് പോയിന്റ് ആണ്. ഇതിൻ്റെ അകത്ത് ഫോർമൽ ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത് 3 ഫോർമൽ ആർഗ്യുമെന്റ്സ് ആണുള്ളത്. 1 ഇൻഡിജർ, രണ്ടാമത് ഇൻഡിജർ, മൂന്നാമതും ഇൻഡിജർ. അപ്പോൾ 3 ഫോർമൽ ആർഗ്യുമെന്റ്സ്, 3 ഇൻഡിജർ. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ കേസിൽ പറയാനുള്ള. ഈ ഫംഗ്ഷൻ്റെ പേര് ക്വാഡ്രാറ്റിക് എന്നാണ് അതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. അടുത്ത എക്സാമ്പിള്, ഇതിൻ്റെ ഫംഗ്ഷൻ്റെ പേര് പവർ. ഈ ഫംഗ്ഷൻ ഡബിൾ വാല്യൂ റിട്ടേൺ ചെയ്യും. ഓക്കെ, ഈ ഫംഗ്ഷൻ്റെ അകത്ത് 2 പാരാമീറ്റർ ആണുള്ളത്, 2 ആർഗ്യുമെന്റ്സ് ആണുള്ളത്. ഒന്ന് ഡബിളും, ഫസ്റ്റ് ആർഗ്യുമെന്റ് ഡബിളും, സെക്കൻഡ് ആർഗ്യുമെന്റ് ഇൻഡിജറും. ഓക്കെ, ഓക്കെ, ഇനി ഇവിടെ ഈ ഫംഗ്ഷൻ്റെ അകത്ത് ടെസ്റ്റ് എന്നാണ് അതിൻ്റെ പേര്. അത് പ്രത്യേകിച്ച് ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല, വോയിഡ് ആണ്. ഇനി 2 ഫ്ലോട്ടിംഗ് പോയിന്റ് ആർഗ്യുമെന്റ്സ് ആണ് അതിൻ്റെ അകത്തുള്ളത്. ഫസ്റ്റ് ആർഗ്യുമെന്റും ഫ്ലോട്ട്, സെക്കൻഡ് ആർഗ്യുമെന്റ് ഫ്ലോട്ട്. ഇനി അടുത്തത് അഗെയിൻ ഇതിൻ്റെ പേര് ടെസ്റ്റ് എന്നാണ്. അതിൻ്റെ അകത്ത് 2 ആർഗ്യുമെന്റ്സ് ആണ് പാരാമീറ്റർ ആയിട്ട് വരുന്നത്, ഫ്ലോട്ടും. ഫസ്റ്റ് ആർഗ്യുമെന്റ് ഫ്ലോട്ട്, സെക്കൻഡ് ആർഗ്യുമെന്റ് ഫ്ലോട്ട്. ഇതിൻ്റെ റിട്ടേൺ ടൈപ്പ് ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടില്ല എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു റിട്ടേൺ ടൈപ്പ് ഡീഫോൾട്ട് ആയിട്ട് ഇൻഡിജർ ആയിരിക്കും എടുക്കുന്നതെന്ന്. അപ്പോൾ ഇവിടെ നമ്മൾ പറയാത്തത് കൊണ്ട് അത് ഇൻഡിജർ ആയിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് എടുക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ കേസ്.
ജനറൽ ഫോം നമ്മൾ നേരത്തെ പറഞ്ഞു. ഫംഗ്ഷൻ്റെ ജനറൽ ഫോം ആണ് ഈ പറയുന്നത് ഡാറ്റ ടൈപ്പ്, ഫംഗ്ഷൻ നെയിം, ബ്രാക്കറ്റിൽ ടൈപ്പ് 1 ആർഗ്യുമെന്റ് 1, ടൈപ്പ് 2 ആർഗ്യുമെന്റ് 2, എക്സെട്ര, ടൈപ്പ് n ആർഗ്യുമെന്റ് n. അപ്പോൾ ഇവിടെ എത്ര ആർഗ്യുമെന്റ്സ് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ഈ മൊത്തത്തിൽ ഈ ലൈനിനെയാണ് ഫംഗ്ഷൻ ഹെഡർ എന്ന് പറയുന്നത്. ഈ ലൈൻ ഫസ്റ്റ് ലൈനിനെയാണ് ഫംഗ്ഷൻ ഹെഡർ എന്ന് പറയുന്നത്. ഇനി ഈ കേളി ബ്രാക്കറ്റ്സിൻ്റെ അകത്ത് ഇതിനെയാണ് നമ്മൾ ഫംഗ്ഷൻ ബോഡി എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഫംഗ്ഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ നമ്മൾ ഇവിടെയാണ് എഴുതുന്നത്. ഒരു എക്സാമ്പിൾ നോക്കിക്കോളൂ. ഒരു ഫംഗ്ഷൻ ഞാൻ എഴുതുകയാണ്, MUL എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഞാൻ എഴുതിയിട്ടുണ്ട്. അത് ഫ്ലോട്ടിംഗ് പോയിന്റ് റിട്ടേൺ ചെയ്യുന്നു. അതിൻ്റെ അകത്ത് 2 പാരാമീറ്റേഴ്സ് വരുന്നു, ഒന്ന് ഫ്ലോട്ടിംഗ് പോയിന്റ്, രണ്ടാമത്തതും ഫ്ലോട്ടിംഗ് പോയിന്റ്. ഓക്കെ, അപ്പം അതിൻ്റെ ബോഡി, ഫംഗ്ഷൻ ബോഡി ഇതാണ്. ഇത് ഫംഗ്ഷൻ ഹെഡർ ആണ്, ഇത് ഫംഗ്ഷൻ ബോഡിയാണ്. ഓക്കെ, ഇത് ഫംഗ്ഷൻ ബോഡി, ഇത് ഫംഗ്ഷൻ ഹെഡർ. ഇത് മൊത്തത്തിലാണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഓക്കെ, ഇത് ഫംഗ്ഷൻ ഡെഫിനിഷൻ, ഇത് ഫംഗ്ഷൻ ഹെഡർ, ഇത് ഫംഗ്ഷൻ ബോഡി. ഫംഗ്ഷൻ ഹെഡറിൻ്റെ അകത്ത് നമ്മൾ പറയുന്നത് ഫംഗ്ഷൻ്റെ പേര് മൾ എന്നാണ്, MUL. അത് ഫ്ലോട്ടിംഗ് പോയിന്റ് റിട്ടേൺ ചെയ്യുന്നു. അത് 2 ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂസ് പാരാമീറ്റേഴ്സ് ആയിട്ട് എടുക്കുന്നു. ഇനി ആ ഫംഗ്ഷൻ ബോഡിക്കകത്ത് എനിക്ക് 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഒന്ന് ഒരു ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്. റിസൾട്ട് ഫ്ലോട്ടിംഗ് പോയിന്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നു. റിസൾട്ട് ഇസ് ഈക്വൽ ടു x × y. ഇവിടെ എക്സും വൈയും 2 ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂസ് വന്നിട്ടുണ്ട്. ആ എക്സും വൈനെയും ഞാൻ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് റിസൾട്ടിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് ആ റിസൾട്ടിനെ ഞാൻ റിട്ടേൺ ചെയ്യുന്നു. ഇതിൻ്റെ ആൻസർ ആയിട്ട് ഞാൻ തിരിച്ചു കൊടുക്കുന്നു. ഓക്കെ, അപ്പം റിസൾട്ട് ഫ്ലോട്ടിംഗ് പോയിന്റ് ആണ്. ആ ഫ്ലോട്ടിംഗ് പോയിന്റിനെ ഞാൻ തിരിച്ച് റിട്ടേൺ ചെയ്യുന്നു. അതാണ് ഇവിടെ റിട്ടേൺ ടൈപ്പ് ഫ്ലോട്ടിംഗ് പോയിന്റ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ? ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ, so these are the formal arguments. Okay, this is the function header, this is the function body. Okay, so we'll move forward. So this is a local variable declaration inside the function body. ഈ ഫംഗ്ഷൻ ബോഡിക്കകത്ത് ഇവിടെ ഒരു ലോക്കൽ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഈ റിസൾട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് ഡിക്ലെയർ ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, ഈ ഒരു ഫംഗ്ഷൻ്റെ അകത്ത് ഡിക്ലെയർ ചെയ്തിരിക്കുന്നതാണ്, മെയിനിലല്ല, ഈ ഫംഗ്ഷൻ്റെ അകത്ത് ഡിക്ലെയർ ചെയ്തിരിക്കുന്നതാണ്. ഇനി ഈ ഫ്ലോട്ട് എക്സും ഫ്ലോട്ട് വൈയും എന്ന് പറയുന്ന 2 വേരിയബിൾസ് ഉണ്ട്. ആ വേരിയബിൾസും നമ്മൾ ഇവിടെയാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്, അല്ലേ? ഈ ഫംഗ്ഷൻ്റെ അകത്ത് ഇതിൻ്റെ ഫോർമൽ ആർഗ്യുമെൻ്റ് ആണ്. അപ്പോൾ എക്സും വൈയും ഞാൻ ഇതിൻ്റെ അകത്തേക്കാണ് ഉപയോഗിക്കാൻ വേണ്ടി കൊടുക്കുന്നത്. അതാണ് ഇത് ലോക്കൽ വേരിയബിൾസ് ആണ്. നേരത്തെ സ്ലൈഡിൽ ഞാൻ പറഞ്ഞു ഈ ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് ആർ ലോക്കൽ വേരിയബിൾസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ എക്സും വൈയും ഇതിന് ലോക്കലാണ്, ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് തരുന്നതാണ്. ഇതിൻ്റെ ഉപയോഗിക്കാൻ ഇതിൻ്റെ അകത്ത് മാത്രമാണ് വാലിഡിറ്റി എക്സിനും വൈക്കും. അപ്പോൾ ഇവിടെയാണ് ഉപയോഗിക്കുന്നത്. ഈ റിസൾട്ടിന് ഇവിടെ മാത്രമാണ് വാലിഡിറ്റി. അപ്പോൾ ഇവിടെ മാത്രമേ റിസൾട്ടിനെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. എക്സിനും വൈനും ഇവിടെ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സ്കോപ്പ് ഇതാണ്. ഇവിടം തൊട്ട് ഇവിടം വരെയുള്ളതാണ് ഇതിൻ്റെ സ്കോപ്പ് നമ്മൾ സെപ്പറേറ്റ് പഠിക്കുന്നുണ്ട്. ദിസ് ഈസ് ദ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ഈ ഫംഗ്ഷനിൽ നിന്ന് റിട്ടേൺ ചെയ്ത് റിസൾട്ടിനെ റിട്ടേൺ ചെയ്ത് കോളിംഗ് പോയിന്റിലേക്ക് കൊടുക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. റിട്ടേൺ ഇതൊരു കീവേഡാണ്, റിട്ടേൺ റിസൾട്ട്. ഈ റിസൾട്ടിനെ റിട്ടേൺ ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, തിരിച്ചു കൊടുക്കാൻ. ഫംഗ്ഷൻ ബോഡി എന്ന് പറയുന്ന കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. അതിൻ്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞു കുറേ സ്റ്റേറ്റ്മെന്റ്സ്, നമുക്ക് ഇഷ്ടമുള്ള സ്റ്റേറ്റ്മെന്റ്സ്, എത്ര സ്റ്റേറ്റ്മെന്റ്സ് വേണമെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാം. ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സ്, ഇഫോ വൈലോ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ലോക്കൽ ഡിക്ലറേഷൻസ് കൊടുക്കാം, അതർ സ്റ്റേറ്റ്മെന്റ്സ് കൊടുക്കാം.